എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉള്ള ഒരു ക്ലയൻറ്റിനെ നമ്മൾ തെറപ്പി റൂമിൽ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഓക്കെ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതൊരു റോങ് ടൈപ്പ് ഓഫ് തിങ്കിങ് അല്ലേ എന്നുള്ള രീതിയിൽ അതിനെ ലേബൽ ചെയ്യാന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് അവരെ ജഡ്ജ് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മളായിട്ട് അവരുടെ തോട്ട്സിനെ ലേബൽ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഭയങ്കര റെസിസ്റ്റൻ്റ് ആവാനും അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് അവർ എംപതി ഫീൽ ചെയ്യാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. സോ ക്ലയൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഈ ഒരു ഫോം ഓഫ് പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങളുടെ തോട്ട്സിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ ഈ ഒരു ഫോം ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് റൈറ്റ് ആണെന്ന് പറയാൻ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. അത് അവർ തന്നെ റിഫ്ലക്റ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇവരുടെ ഈ തോട്ട് ശരിയല്ല എന്ന് പറയാൻ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, ഇസ് ദർ എനി എവിഡൻസ് എഗെയിൻസ്റ്റ് ദ തോട്ട് എന്നുള്ളത് ചോദിക്കുക. അല്ലെങ്കിൽ ഇതേ സെയിം സിറ്റുവേഷനിൽ ഇതേ സെയിം തോട്ട്സ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ടിനോട് എന്തായിരിക്കും പറയാൻ പോവുക എന്നുള്ള രീതിയിൽ ചോദിക്കുക. അങ്ങനെ ആ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്താൽ അത് തന്നെയായിരിക്കും അവർക്ക് ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ്. ബിക്കോസ് അവയർനെസ് ആണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്.